മത്തൻ ലെയറിങ് ചെയ്ത ശേഷം തായ്വള്ളിയിൽ നിന്നുള്ള ബന്ധം മുറിച്ച് കളഞ്ഞത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആ ചെടിയാണിത്. അപ്പോൾ അതിൽ ആ പുതിയ വേരുകളൊക്കെ കാണാം. മണ്ണിൻ്റെ പുറത്തും പുതിയ വേരുകളുണ്ട്. പിന്നെ ഇവിടെ ഇതാ മുകളിലേക്ക് വളർന്നു പോകുന്ന ഭാഗത്തും ഉണ്ട് വേരുകൾ. ഓരോ ഏണിലും ഓരോ വേര് ഇതാ വണ്ടിയിൽ. ഈ വേരൊക്കെ ഇനി വായുവിൽ നിൽക്കുന്നതന്നെ ഉള്ളൂ. അത് മണ്ണിലേക്കാക്കാൻ എനിക്ക് ഇവിടെ സ്ഥലമില്ല. അതാ വീണു മുകളിലേക്ക്. മുകളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പുതിയ തളിര് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇതാ ഈ ഒരു മുറിച്ചൊരു കഷ്ണം കാണുന്നില്ലേ, ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ തുഞ്ചം. അതെന്ത് പറ്റിച്ചാൽ എങ്ങനെയോ അത് മുറിഞ്ഞു പോയി. ഇനി ഏതെങ്കിലും പ്രാണികളെ മുറിച്ചാണോ എന്നറിയില്ല. പക്ഷേ അവിടെ വേറൊരു തളിര് ആ സ്ഥലത്ത് തന്നെ നന്നായിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ ലെയറിങ് ചെയ്ത് ഉണ്ടായ പുതിയ ചെടി നല്ല ഉഷാറായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം ഇതാണ് അതിൻ്റെ തായ്വള്ളി. മുന്തിരിവള്ളിയുടെ ഇടയിൽ കൂടെയാണ് കാണുന്നത്. കുറേ ഇലകൾ മുന്തിരിയുടെയാണ്. താഴേക്ക് പോകുമ്പോൾ ഇവിടെ പയറിൻ്റെ ഇലയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വള്ളി താഴേക്ക് പോകുന്നുണ്ടല്ലേ. കറിവേപ്പ് കണ്ടു, മധുരക്കിഴങ്ങ് കണ്ടു. അതാ അങ്ങ് താഴേക്ക് പോകുമ്പോൾ ഇതാ അതിൻ്റെ കട കണ്ടില്ലേ. ഇതാ ചെടിച്ചട്ടിയിലാണ് അതിൻ്റെ കട. വലിയ ചെടിച്ചട്ടിയൊക്കെ തന്നെയാണ് മറ്റേനെ കാട്ടും. ഇത് 23 ചെടിച്ചട്ടിയാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ പ്രശ്നം. റൂട്ട് നോട്ട് വരുത്തുന്ന വേരുകളിൽ ഇങ്ങനെ ഉണ്ട പോലെ കാണുന്നുണ്ടില്ലേ, അത് വരുത്തുന്ന എന്തോ നെമറ്റോഡിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഈ ചെടി ശോഷിച്ചു പോയത്. അപ്പോൾ അത് ശോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് ലെയറിങ് ചെയ്ത ചെടി ആ ഭാഗം വേഗം മുറിച്ച് കളഞ്ഞത്. അല്ലെങ്കിൽ ഇത് ശോഷിക്കുന്നതിൻ്റെ കൂടെ അതും ശോഷിച്ച് പോവോ എന്നൊരു ചിന്ത. മാത്രമല്ല ഭാഗ്യമുണ്ടെങ്കിൽ അതൊരു വേറെ ചെടിയായിട്ട് കിട്ടുമല്ലോ ഇത് പോയാലും. അല്ലെങ്കിൽ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇതിങ്ങനെ ശോഷിച്ച് പോയി കഴിഞ്ഞാലും മിക്കവാറും കംപ്ലീറ്റ് ചെടി പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ റൂട്ടിലുള്ള പ്രശ്നം കണ്ടിട്ടല്ല കേട്ടോ ഞാൻ ലെയറിങ് ചെയ്തത്. ലെയറിങ് ചെയ്യാൻ വേറൊരു കാരണം ഉണ്ടായിരുന്നു. ആ തണ്ട് പടർന്നിരുന്നിടത്ത് അതിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്തോ ജീവി തിന്നുപോയ പോലെ ഒരു ഭാഗം. ആ ഭാഗം മണ്ണിൽ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കുഴിച്ചിട്ടത്, ലെയറിങ് ചെയ്തത്. അപ്പോൾ ഭാഗ്യത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തായ്വള്ളി മിക്കവാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്ന എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇലകളൊക്കെ പൊഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് പുതിയ തളിരുകളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. കാരണം റൂട്ട് കേടായല്ലോ. നെമറ്റോഡാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മുൻപരിചയമൊന്നുമില്ല. ഈ ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് റൂട്ട് നോട്ട് ഡിസീസ്. സാധാരണ റൂട്ട് നോഡ്യൂൾ പയറുവർഗ്ഗ ചെടികൾക്ക് വരാം. അത് ഒരു ഉപകാരമുള്ള ബാക്ടീരിയയാണ്, റൈസോബിയം. പക്ഷേ ഇതിലങ്ങനെയല്ല. നെമറ്റോഡ്സിൻ്റെ ഇൻഫെക്ഷൻ കാരണം വരാമെന്നാണ് പറയുന്നത്. അത് മത്തനും ആ കുടുംബത്തിൽപ്പെട്ട മറ്റു ചെടികൾക്കൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്.